നമ്മുടെ ബിൽഡിംഗ് സർവീസസിലെ ഒരു ബിൽഡിംഗ് സർവീസ് ആണ് ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫയർ ഫൈറ്റിംഗ് നമ്മൾ ബിൽഡിങ്ങിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നത് ബിൽഡിങ്ങിനെ ഫയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ട് ഈ പറയുന്ന ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് കംപ്ലീറ്റ് ബിൽഡിങ്ങിനെ നമുക്ക് ഫയറിൽ നിന്ന് ടോട്ടലി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. ഒരു ഫസ്റ്റ് എയ്ഡ് ആക്ഷൻ പോലെ ആക്സിഡൻസും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ കേസ് ഫയർ വന്നു കഴിഞ്ഞാൽ അത് അത്രയും വലിയ ബിൽഡിംഗ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബിൽഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഓരോ സിസ്റ്റത്തിന്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബിൽഡിങ്ങിന്റെ ഏരിയ, അതിന്റെ ടൈപ്പ്, അതിന്റെ കാറ്റഗറി, എത്രത്തോളം ഫയറിനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഫയർ ഫൈറ്റിങ്ങിന്റെ സ്കോപ്പ് നമ്മൾ പറയുന്നത്. അപ്പം ഇതില് ആക്ച്വലി ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഏരിയ വേറെ ഉണ്ട്, പിന്നെ ഈ ഫയറിന്റെ ആപ്ലിക്കേഷൻ ഡിസൈൻ സൈഡ് പറയുന്ന വേറെ ഏരിയയും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഡിസൈനിങ് ആണ്. അപ്പൊ അതില് നമുക്കിപ്പം ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിട്ട് അവിടത്തേക്കുള്ള ഫയർ ഫൈറ്റിങ്ങിന്റെ സ്കോപ്പ് നമ്മൾ അതർ സർവീസസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടും കൂടെ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ബിൽഡിംഗ് സർവീസസ് പറയുകയാണെങ്കിൽ HVAC ഉണ്ട്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫയർ ഫൈറ്റിംഗ്. അപ്പം ഇതില് ഈ ഫയറിന്റെ ഒരു പകുതി ഭാഗം മെക്കാനിക്കൽ സൈഡ് ആണെങ്കിൽ ബാക്കി പകുതി ഇലക്ട്രിക്കൽ സൈഡ് ആണ്. കാരണം പമ്പ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ പാനൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ ഇലക്ട്രിക്കൽ ബേസ്ഡ് നോളജ് വേണം. പിന്നെ ഇതിന്റെ കൺട്രോൾ സിസ്റ്റം, അലാം സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കലിന്റെ ELV സൈഡ് ആണ്. സോ ആ ഒരു ഇലക്ട്രിക്കൽ കോമ്പിനേഷൻ വരുന്നുണ്ട്. പിന്നെ ബാക്കി അതിന്റെ പൈപ്പിംഗ്, സ്പ്രിംഗ്ലർ, എക്സ്റ്റിംഗ്വിഷർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിന്റെ ഒരു മെക്കാനിക്കൽ പാർട്ടായിട്ട് നമുക്ക് പറയാം. ഈ പറയുന്ന ഹോസ് റീലിന്റെ ഫിക്സിങ്, ഹൈഡ്രന്റിന്റെ ഫിക്സിങ്, ഫയർ ബ്രീച്ച് ഇൻലെറ്റിന്റെ ഫിക്സിങ്, ഇതൊക്കെ മെക്കാനിക്കൽ ബേസ്ഡ് വെൽഡിംഗ്, അതിന്റെ ഫാബ്രിക്കേഷൻ, ആ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെടുത്തിയും പറയാം. സോ മെക്കാനിക്കൽ പ്ലസ് ഇലക്ട്രിക്കൽ കോമ്പിനേഷൻ ആണ് ഫയർ ഫൈറ്റിങ്ങിന്റെ ജോബ് സ്കോപ്പ് വരിക. അപ്പം എനിവേ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിന്റെ കേസിലേക്ക് വരുമ്പം നമുക്ക് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനെ പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആദ്യം ഫയറിനെ പറ്റിയുള്ള ഒരു ബേസ് ഐഡിയ വേണം. അപ്പൊ ഫയർ എന്ന് പറയുന്നത് സിംപ്ലി നമുക്ക് പറയാം, ഓക്സിജന്റെ പ്രസൻസിൽ ഒരു സബ്സ്റ്റൻസിന് കൂടുതലായിട്ട് ഹീറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ ഫയർ എന്ന് പറയുന്നത്. പണ്ട് കുഞ്ഞു ക്ലാസ്സില് നമ്മൾ ലെൻസ് വെച്ച് സൂര്യന്റെ ഈ പ്രകാശം ഫോക്കസ് ചെയ്ത് പേപ്പറൊക്കെ കത്തിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെയും നമ്മൾ ചെയ്യുന്നത് ആ ലെൻസ് ത്രൂ ആ ഹീറ്റിനെ നമ്മൾ പേപ്പറിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്പൺ അറ്റ്മോസ്ഫിയർ ആകുമ്പം അവിടെ സഫീഷ്യന്റ് എമൗണ്ടിൽ ഓക്സിജൻ ഉണ്ട്. അപ്പം ഈ പറയുന്ന കത്തുന്ന സബ്സ്റ്റൻസ് പേപ്പർ എന്ന് പറയുന്നത്, അപ്പൊ കത്താൻ അവിടെ ഒരു പേപ്പർ ഉണ്ട്, ഹീറ്റ് ഉണ്ട്, ഓക്സിജന്റെ പ്രസൻസ് ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ചേരുമ്പോഴാണ് ഫയർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ വരുന്നത്. അപ്പം ഈ പറയുന്ന ഈ ഒരു ഫയറിന്റെ ഈ ഒരു സ്കോപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ സപ്രഷൻ സിസ്റ്റവും എക്സ്റ്റിംഗ്വിഷിംഗ് മെത്തേഡ്സും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഇപ്പൊ തീ കത്തി തുടങ്ങുവാണെങ്കിൽ അവിടെ ഓക്സിജനെയോ ഫ്യൂവലിനെയോ അല്ലെങ്കിൽ അവിടെ കത്താൻ കാരണക്കാരനായ ഹീറ്റിനെയോ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി. അപ്പം ആ ഒരു റിലേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ NFPA സ്റ്റാൻഡേർഡിലാണെങ്കിലും IS സ്റ്റാൻഡേർഡിലാണെങ്കിലും ഈ ഒരു റിലേഷനെ നമ്മൾ ഫയർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് കത്തണമെങ്കിൽ ഒരു ഇഗ്നീഷൻ എനർജി വേണം. ആ ഇഗ്നീഷൻ എനർജി എന്ന് പറയുന്നത് സ്പാർക്ക് ആകാം, ഫ്ലെയിം ആകാം, ഫ്രിക്ഷൻ കാരണമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹീറ്റ് സോഴ്സ് ആവാം, ഷോക്ക് ആകാം, റേഡിയേഷൻ ആവാം. അപ്പം സൂര്യനിൽ നിന്ന് നമ്മൾ ലെൻസ് ത്രൂ ഫോക്കസ് ചെയ്യുന്ന റേഡിയേഷൻ ആണ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആകാം. പിന്നെ ഓക്സിജൻ ഒരു ഒറ്റ ഫോമേ ഉള്ളൂ. അപ്പൊ ഓക്സിജന്റെ പ്രസൻസ് അവിടെ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ടായാൽ മതി. പിന്നെ നമുക്ക് അവിടെ വേണ്ടുന്നത് ഫ്യൂവൽ ആണ്, കത്തുന്ന സാധനം, അതായത് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. അത് കത്തിത്തീരുന്നതിനെയാണ് നമ്മൾ ഫ്യൂവൽ എന്ന് പറയുന്നത്. അത് തീ പിടിക്കുന്ന എന്തും ആകാം. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഫയർ, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിലാണ്
ഫയർ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒരാളെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ഫയറിന് നിലനിൽപ്പില്ല. പിന്നെ ഇതിനകത്ത് രണ്ടാമതൊരു പോസിബിലിറ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവിടെ എന്ത് നടക്കാം? കെമിക്കൽ ചെയിൻ റിയാക്ഷൻ നടക്കാം. അതായത് തീപിടുത്തം സ്പ്രെഡായി അതിന്റെ തീ പിടിച്ച ഒറിജിൻ ഒരു സ്ഥലത്തായിരിക്കും. പിന്നെ അവിടുന്ന് അത് സ്പ്രെഡായി പലയിടത്തേക്കും സ്പ്രെഡായി എത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 3 കാരണക്കാരെ ആരെങ്കിലും ഒരാളെ റിമൂവ് ചെയ്താൽ ഫയർ നിൽക്കും എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ അവിടെ ആ ഒരു കെമിക്കൽ റിയാക്ഷനെയും സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഫയറിന്റെ ഒറിജിൻ ഇതിൽ 3-ൽ ആരാണോ കാരണക്കാർ അവരെയും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഫയർ ടെട്രാഹെഡ്രൺ എന്ന് പറഞ്ഞിട്ടാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫയറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തീ പിടിച്ചിട്ടേ ഉള്ളോ അല്ലെങ്കിൽ ഒരുപാട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അതിനനുസരിച്ച് വേണം എവിടെ ആക്ഷൻ കൊടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ഫയർ ട്രയാങ്കിളില് നമ്മൾ ഫയറിന്റെ ഈ ഒരു റിലേഷൻ പറയുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഹീറ്റിനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഓക്സിജനെ റിമൂവ് ചെയ്യണം, അതല്ലെങ്കിൽ ഫ്യൂവലിനെ റിമൂവ് ചെയ്യണം. പിന്നെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷനെ സ്റ്റോപ്പ് ചെയ്യുകയും വേണം. അപ്പം ഈ പറയുന്ന പ്രോസസ്സുകൾ, ഈ മെത്തേഡ് ഓഫ് എക്സ്റ്റിങ്ക്വിഷ്മെന്റ് എന്ന് പറയുന്നത് ഹീറ്റ് റിമൂവ് ചെയ്യുക, റിമൂവൽ ഓഫ് ഹീറ്റിനെ നമ്മൾ കൂളിംഗ് എന്ന് പറയും. ഓക്സിജനെ ഇല്ലാതാക്കുന്ന പ്രോസസ്സിനെ, റെഡ്യൂസിങ് ഓക്സിജൻ പെർസെൻറ്റേജിനെ നമ്മൾ, അല്ലെങ്കിൽ ഓക്സിജന്റെ സപ്ലൈ കട്ട് ചെയ്യുന്നതിനെ നമ്മൾ പറയും സ്മോദറിങ് എന്ന്. അത് നമ്മൾ ബ്ലാങ്കറ്റിംഗ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോം ഒക്കെ യൂസ് ചെയ്തിട്ടോ ആണ് നമ്മൾ സ്മോദറിങ് ചെയ്യാറുള്ളത്. ഈ നനഞ്ഞ ചണക്കൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ തീ പിടിക്കുന്നതിന്റെ മുകളിൽ കൊണ്ടുവന്നിടാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എ കൈൻഡ് ഓഫ് സ്മോദറിങ് ആണ്. ഓക്സിജനുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ്. പിന്നെ സ്റ്റാർവേഷൻ ആണ് ഓപ്ഷൻ. അതായത് ഫ്യൂവല് കട്ട് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. എന്താണോ കത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആ ഒരു സപ്ലൈ നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. എയ്തർ കൂളിംഗ് ഓർ സ്മോദറിംഗ് ഓർ സ്റ്റാർവേഷൻ ത്രൂ ആണ് നമ്മൾ ഈ ഒരു എക്സ്റ്റിങ്ക്വിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബേസിൽ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഫോമാണ്. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അല്ലെ. അപ്പൊ ഈ എനർജിയും ഈ ഓക്സിജനും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടേ, അത് ഇല്ലാതാക്കുക എന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ച് ഷേപ്പോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഫ്യൂവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കത്തുന്ന സാധനം എന്ന് പറയുന്നത് പല മെറ്റീരിയൽ ആകാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീപിടുത്തം ഉണ്ടാവാറുണ്ട്. ഇപ്പം ഈ സോളിഡ് ഒബ്ജക്ട്സ്, വുഡ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ പേപ്പർ, ഇതൊക്കെ കത്തിയിട്ട് തീ വരാറുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം പെട്രോള്, ഡീസൽ, കെറോസിൻ, അതുപോലെ ഫയർ വരാറുണ്ട്. കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്കിംഗ് ഓയിൽ, ഇപ്പം പാനിലൊക്കെ ഓയിൽ ഒഴിച്ചു വെച്ചിട്ട് കുറെ നേരം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിലിലേക്ക് തീ പിടിച്ചിട്ട് ആക്സിഡന്റ്സ് ഉണ്ടാവാറുണ്ട്. കുക്കിംഗ് ഗ്യാസ്, LPG പോലെയുള്ളതൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് ഫയർ വരാറുണ്ട്. സോ ഈ ഫ്യൂവൽ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അപ്പം എല്ലായിടത്തും നമുക്ക് ഈ പറയുന്ന ഫ്യൂവലിനെ നോക്കാതെ എക്സ്റ്റിങ്ക്വിഷ്മെന്റ് അപ്ലൈ ചെയ്യാനും പറ്റില്ല. അതിന്റെ മെയിൻ റീസൺ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കലിൽ നിന്നാണ് ഫയർ വരുന്നത് എന്ന് കരുതാം. ഇലക്ട്രിക്കലിൽ നിന്ന് ഫയർ വരുമ്പം അവിടെ കൊണ്ടുപോയി നമുക്ക് ഒരിക്കലും ഈ വെള്ളം കോരി ഒഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഷോക്ക് അടിക്കും. അപ്പൊ അവിടെ നമുക്ക് വാട്ടറിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. രണ്ടാമത്തെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ പെട്രോൾ അല്ലെങ്കിൽ കെറോസിൻ, അതല്ലെങ്കിൽ ഡീസൽ പോലെയുള്ള ഐറ്റത്തിൽ നിന്നാണ് ഫയർ വരുന്നതെന്ന് കരുതാം. അവിടെ കൊണ്ടുപോയി നമുക്ക് വെള്ളം ഒഴിച്ച് തീ കെടുത്താം എന്നുള്ളൊരു ഓപ്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വെള്ളത്തില് ഈ പെട്രോളിനെ ഒഴിച്ചു വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ടോപ്പ് ലെയറില് ഈ ഫ്യൂവല് പാടകെട്ടി നിൽക്കുന്നത് കാണാം. ദാറ്റ് മീൻസ് വെള്ളത്തിനെക്കാട്ടിലും ഡെൻസിറ്റി വളരെ കുറവാണ് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഫ്യൂവൽസിന്. അപ്പം വെള്ളത്തിന്റെ മേളിൽ നിന്ന് ഇത് കത്തും. അപ്പൊ അതുകൊണ്ട് അവിടെ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചുകൊണ്ട് കാര്യമില്ല, അത് അതിന്റെ മേളിൽ കിടന്ന് കത്തുകയേ ഉള്ളൂ.
അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെയും ഈ പറയുന്ന വെള്ളം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം തീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് വാട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും എല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ബിൽഡിങ്സിൽ നോക്കുമ്പോൾ ചിലയിടത്ത് എക്സ്റ്റിങ്ക്വിഷിംഗ് സിലിണ്ടേഴ്സ് കാണുന്നത്, സ്പ്രിംഗ്ലർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ബക്കറ്റിൽ മണലാക്കി വെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ വരാൻ ചാൻസ് ഉള്ള, ഫയറിന് ചാൻസ് ഉള്ള ഫ്യൂവൽ ടൈപ്പ് ഏതാണോ അത് നമ്മൾ ബിൽഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്തിട്ട് വേണം അവിടുത്തെ സിസ്റ്റം ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഫ്യൂവൽ ടൈപ്പ് അനുസരിച്ചിട്ട് ഫയറിനെ നമ്മൾ പല ക്ലാസ് ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഫയർ ക്ലാസ്സിൽ ഈ സോളിഡ് മെറ്റീരിയൽസിൽ നിന്ന് വരുന്ന ഫയറിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്ലാസ് എ ഫയറിലാണ്. അതില് വുഡ്, റബ്ബർ, പേപ്പർ, ടെക്സ്റ്റൈൽസ് അതുപോലെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തെടുക്കാം. ഇനി ഈ പറയുന്ന ലിക്വിഡ് ഐറ്റംസിൽ നിന്ന് വരുന്ന ഫയറിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്ലാസ് ബി ഫയറിലാണ്. അതുപോലെ ഇലക്ട്രിക്കലിൽ നിന്ന് വരുന്നതിനെ ക്ലാസ് സി എന്നും കമ്പസ്റ്റബിൾ മെറ്റൽസിൽ നിന്ന് വരുന്നതിനെ ക്ലാസ് ഡി എന്നും. കമ്പസ്റ്റബിൾ മെറ്റൽസ് എന്ന് പറയുന്നത് എയറുമായിട്ട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ഫയർ വരുന്ന ടൈപ്പാണ് പൊട്ടാഷ്യം ഒക്കെ. അപ്പൊ അതുപോലെയുള്ള കമ്പസ്റ്റബിൾ മെറ്റൽസിൽ നിന്ന് വരുന്നതിനെ ക്ലാസ് ഡി എന്നും, അതുപോലെ കുക്കിംഗ് ഓയിൽസിൽ നിന്ന് വരുന്നതിനെ ക്ലാസ് കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് NFPA സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ആണ് NFPAയുടെ ഫുൾ ഫോം വരുന്നത്. അപ്പം NFPA 10 എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. NFPA 10. അതുകൂടാതെ ISO സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ ISO സ്റ്റാൻഡേർഡിൽ 3941 എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് സെയിം ഫയർ ക്ലാസിഫിക്കേഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. സോ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഡിസൈൻ പ്രൊസീഡ് ചെയ്ത് പോയാൽ മതി. ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് NFPA. അപ്പൊ നമുക്ക് NFPA വെച്ച് തന്നെ മുന്നോട്ട് പോകാം. ഇത് കൂടാതെ വീണ്ടും സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. IFC ഉണ്ട്, ഇന്റർനാഷണൽ ഫയർ കോഡ് എന്ന് പറയും. പിന്നെ ഈ IBC ഉണ്ട്, ഇന്റർനാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയും. പിന്നെ FSAI ഉണ്ട്, ഫയർ ആൻഡ് സെക്യൂരിറ്റി അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് NFPA എന്ന് പറയുന്നത്. അപ്പൊ NFPAയിൽ മെയിൻലി ഫയർ പ്രൊട്ടക്ഷൻ ഡിസൈൻ ബേസ് ചെയ്തുകൊണ്ട് NFPA 10 എക്സ്റ്റിങ്ക്വിഷർ പറഞ്ഞു. അതുപോലെ NFPA 12 ഉണ്ട്, 13 ഒക്കെ വരുന്നത് സ്പ്രിംഗ്ലറിന്റെ ഡിസൈനിലാണ്. 14 ഉണ്ട്, 20, 22, 24, 25, 72, 92A, 2001 എന്നൊക്കെ പറഞ്ഞിട്ട് പല ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം സ്പ്രിംഗ്ലറിനെ കുറിച്ച് ഒരു ഏരിയയിലായിരിക്കും പറയുന്നത്, ബിൽഡിംഗ് ഒക്കുപ്പൻസിനെ കുറിച്ച് ഒരു ചാപ്റ്ററിലായിരിക്കും പറയുന്നത്, പമ്പിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ചാപ്റ്ററിലായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ സെക്ഷൻ എത്തുമ്പോൾ അതായത് ചാപ്റ്റർ ഏതൊക്കെയാന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോകാം. ഇപ്പൊ നമ്മൾ റെഫർ ചെയ്യുന്നത് NFPA 10 എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇതില് ക്ലാസ് A എന്ന് പറയുന്നത് കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് ആണ്. അത് വുഡ്, ക്ലോത്ത്, പേപ്പർ എന്നിവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് സോളിഡ് ഒബ്ജക്ട്സ് തന്നെയാണ്. അത് തന്നെയാണ് ISO സ്റ്റാൻഡേർഡിലും. സോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ക്ലാസ് B എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ലിക്വിഡ് ഐറ്റത്തിൽ നിന്ന് വരുന്നതാണ് ഇവിടെ വരുന്നത്. ലിക്വിഡും ഫ്ലെയിമബിൾ ഗ്യാസും ക്ലാസ് ബിയിലാണ് വരുന്നത്. ഇലക്ട്രിക്കൽ സീലാണ് വരുന്നത്. ഇവിടെ ലിക്വിഡ് വരുന്നത് ബിയിലാണ്, ഗ്യാസ് വരുന്നത് സീലാണ്. ഇവിടെ ഇലക്ട്രിക്കലിന്റെ കേസ് മെൻഷൻ ചെയ്തിട്ടില്ല. കണ്ടോ? ക്ലാസ് ഡി എന്ന് പറയുന്നത് കമ്പസ്റ്റബിൾ മെറ്റൽസ് ആണ്. അത് രണ്ടിനും കോമൺ ആണ്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് NFPA 10 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനനുസരിച്ച് നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷറും ആ ക്ലാസിന്റെ അതേ പേരിൽ തന്നെയാണ് നമ്മൾ എക്സ്റ്റിങ്ക്വിഷേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലാസ് A ടൈപ്പ് ഫയറിന് യൂസ് ചെയ്യുന്നതിന് ക്ലാസ് A എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയും.
അതിന്റെ ജോമെട്രിക്കൽ സിമ്പൽ വരുന്നത് ഗ്രീൻ ട്രയാങ്കിൾ ആണ്. ക്ലാസ് ബി ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു സിമ്പൽ കാണാം, അതായത് ഒരു ഡസ്റ്റ്ബിൻ, അതിൽ നിന്ന് ഫയർ വരുന്ന ഈ ഒരു സിമ്പലും കാണും. ക്ലാസ് ബി എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് എന്ന് വരുന്നതാണ്. ഇവിടെ ഒരു ക്യാൻ ഉണ്ട്, ക്യാനിൽ നിന്ന് ലിക്വിഡ് ഫ്ലോ ചെയ്തിട്ട് ഫയർ വരുന്ന ഒരു സിമ്പൽ കാണാം. അപ്പൊ ഇതിന്റെ ജോമെട്രിക്കൽ സിമ്പൽ എന്ന് പറയുന്നത് റെഡ് സ്ക്വയർ ആണ്. അടുത്തത് നമുക്ക് ഫയർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി എന്നാണ്. ഇലക്ട്രിക്കലി എന്ന് വരുന്നത് ഇലക്ട്രിക്കലിന്റെ സിമ്പൽ തന്നെ കണ്ടാൽ മനസ്സിലാകും. അത് ബ്ലൂ സർക്കിൾ ആണ് അതിന്റെ ജോമെട്രിക്കൽ സിമ്പൽ. അപ്പൊ അത് ഇതിൽ ഏതെങ്കിലും ഒരു റെപ്രസെന്റേഷനിലായിരിക്കും ഇലക്ട്രിക്കൽ ആ ഒരു എക്സ്റ്റിങ്ക്വിഷറിന്റെ ലേബലിന്റെ പുറത്തുണ്ടാവുക. അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്റ്റിങ്ക്വിഷർ എന്ത് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ കമ്പസ്റ്റബിൾ മെറ്റൽസ്, ഇന്നത്തെ ഒരു മെറ്റൽ ഐറോഡിന്റെ സെക്ഷൻ ഇവിടെ കാണാം. അതിൽ നിന്നുണ്ടാകുന്ന ഫയർ ആണ് ക്ലാസ് ഡി എന്ന് പറയുന്നത്. യെല്ലോ ഡെക്കാഗൺ ആണ് ഈ പറയുന്ന ക്ലാസ് ഡി ഫയറിന്റെ സിമ്പൽ. ഓക്കെ, അപ്പം ഇനി ഇത് സെലക്ട് ചെയ്യുന്നതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം ഇതാണ് എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റിങ്ക്വിഷർ സെലക്ട് ചെയ്യുന്നതിന് അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, ഫയർ ക്ലാസ് പറയുന്നുണ്ട്, അതിന്റെ വെയിറ്റ് മെൻഷൻ ചെയ്യാറുണ്ട് നമ്മള്. അപ്പം ഇതിന്റെ ഈ പുറത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിള് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ടൈപ്പ് ഫയറിനൊക്കെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ബി, സി. അപ്പൊ ഈ ഒരു എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ കാണുന്ന ഈ ഒരു എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത് ബിക്കും സിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആണ്, സി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എക്സ്റ്റിങ്ക്വിഷറിന്റെ സെലക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എക്സ്റ്റിങ്ക്വിഷറിന് ഞാൻ പറഞ്ഞ പോലെ ഒരു ന്യൂമറിക്കൽ റേറ്റിംഗ് ഉണ്ട്. അതുപോലെ അതിന്റെ ഈ ഒരു ഫയർ ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആൽഫബറ്റ് ഉണ്ട്. അപ്പൊ ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഹയർ ന്യൂമറിക്കൽ വാല്യൂ ഉള്ളതിന് ഹയർ ഫയർ ഫൈറ്റിംഗ് പവർ ഉണ്ടായിരിക്കും. അത് നമ്മൾ ബിൽഡിങ്ങിന്റെ ഒക്കുപ്പൻസിയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഏത് ന്യൂമറിക്കൽ വാല്യൂ ഉള്ള എക്സ്റ്റിങ്ക്വിഷർ ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ NFPA 10 മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ NFPA 10 ഒരു ഡോക്യുമെന്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്റ്റിങ്ക്വിഷറിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്റ്റിങ്ക്വിഷർ. അപ്പൊ ഈ എക്സ്റ്റിങ്ക്വിഷറിന്റെ സെലക്ഷൻ നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതില് നമുക്ക് ഇവിടെ ഹസാർഡ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഹസാർഡ് എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പൊ ഹസാർഡില് ആദ്യം ക്ലാസ് എ ഹസാർഡ് എന്ന് പറയുന്നുണ്ട്. ക്ലാസ് എ ഹസാർഡ് എന്ന് പറയുന്നത് സോളിഡ് ഒബ്ജക്ട്സിൽ നിന്ന് വരുന്ന ഫയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എ ഹസാർഡ് എന്ന് പറയുന്നത്. അതായത് ക്ലാസ് എ ടൈപ്പ് ഫയർ വരുന്ന ഏരിയാസിനെയാണ് ക്ലാസ് എ ഹസാർഡ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ക്ലാസ് ബി ഹസാർഡ് എന്ന് പറയുമ്പോൾ ക്ലാസ് ബി ടൈപ്പ് ഫയർ വരുന്നത്, ക്ലാസ് ബി എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഐറ്റത്തിൽ നിന്ന് വരുന്നതാണ്, സ്പില്ല് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഫയറിനെയാണ് ക്ലാസ് ബി കാറ്റഗറിയിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗ് ഈ പറയുന്ന നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു NFPA സ്റ്റാൻഡേർഡിൽ തന്നെ കറക്റ്റ് ആയിട്ട് ലിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്ന് ടേബിൾ ഫോമിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ഈ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത്. അപ്പം ക്ലാസ് എ ടൈപ്പ് ഫയർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതില് നമുക്ക് ബിൽഡിംഗ് കാറ്റഗറി അനുസരിച്ച് വേണം എക്സ്റ്റിങ്ക്വിഷർ ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് ലൈറ്റ് ഹസാർഡ് ഒക്കുപ്പൻസി വരുന്നുണ്ട്, ഓർഡിനറി ഹസാർഡ് ഒക്കുപ്പൻസി വരുന്നുണ്ട്, എക്സ്ട്രാ ഹസാർഡ് ഒക്കുപ്പൻസിയും വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട മിനിമം റേറ്റഡ് സിംഗിൾ എക്സ്റ്റിങ്ക്വിഷറിന്റെ റേറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിനിമം നമുക്ക് 2A യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 1A ഉണ്ട്, 2A ഉണ്ട്, 5A ഉണ്ട്, 10A ഒക്കെ ഉണ്ട്. അപ്പൊ മിനിമം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റേറ്റിംഗിലുള്ള എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ടാണെങ്കിൽ ലൈറ്റ് ഹസാർഡ് ഒക്കുപ്പൻസി ആണെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് 3000 ഫീറ്റ് സ്ക്വയർ ആണ്. അപ്പൊ 3000 ഫീറ്റ് സ്ക്വയർ മാത്രമേ ഇത് കവർ ചെയ്യുള്ളൂ. ഏരിയ കൂടുതൽ ഉണ്ടെങ്കിൽ അടുത്ത എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ട്രാവലിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 75 ഫീറ്റ് ആണ്.
75 ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ഒന്ന് കൺവേർട്ട് ചെയ്ത് നമ്മുടെ മെട്രിക് യൂണിറ്റിലേക്ക്, അതായത് മീറ്ററിന്റെ യൂണിറ്റിലേക്ക് നമുക്ക് നോക്കാം. ഫീറ്റ് 75 എന്ന് പറയുമ്പോൾ മാക്സിമം 22.86 മീറ്റർ ആണ് അതിന്റെ ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നത്. അതായത് ഈ ഒരു എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ അല്ലെങ്കിൽ ആ ഒരു പാസിംഗ് ലെങ്ത് എന്ന് പറയുന്നത് 22.86 മീറ്റർ ആണ് 75 ഫീറ്റ് എന്ന് പറയുമ്പം. അപ്പൊ മാക്സിമം അതിന് കവർ ചെയ്യാൻ പറ്റുന്നത് ലൈറ്റ് ഹസാർഡ് ആണെങ്കിൽ ഇത്രയാണ്. അപ്പം ഈ ലൈറ്റ് ഓർഡിനറി ഹസാർഡ്, എക്സ്ട്രാ ഹസാർഡ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ബി ആകുമ്പോൾ ബി ടൈപ്പ് ഫയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇവിടെ ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. മിനിമം എക്സ്റ്റിങ്ക്വിഷർ റേറ്റിംഗ് ആണ് ഇവിടെ ഇതിന്റെ കൂടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ട്രാവൽ ഡിസ്റ്റൻസും ഇവിടെ തന്നിട്ടുണ്ട്. ലൈറ്റ് ഹസാർഡ് ആണെങ്കിൽ, ഓർഡിനറി ഹസാർഡ് ആണെങ്കിൽ, എക്സ്ട്രാ ഹസാർഡ് ആണെങ്കിൽ. അപ്പൊ നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡ്രോയിങ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് അനുസരിച്ചിട്ട് മിനിമം കൊടുക്കേണ്ട റേറ്റിംഗ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിന് നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഇതിൽ ഏത് ഹസാർഡിലാണ് വരുന്നത്. ലൈറ്റ് ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർഡിനറി ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ ഹസാർഡിൽ ഏതൊക്കെ ബിൽഡിംഗ് ആണ് വരുന്നത് എന്ന് നമുക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനുശേഷമാണ് നമുക്ക് ഈ പറയുന്ന ക്ലാസ് എ ആണോ, ബി ഹസാർഡ് ആണോ, സി ഹസാർഡ് ആണോ, ഡി ഹസാർഡ് ആണോ, കെ ഹസാർഡ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ക്ലാസ് എ, ബി, സി, ഡി, കെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലെ പറഞ്ഞ പോലെയുള്ള ഫയർ ക്ലാസ് ആണ്. സോളിഡ് ഒബ്ജക്റ്റിൽ നിന്നാണ് വരുന്നെങ്കിൽ എ പറയും, ലിക്വിഡ് ഐറ്റംസിൽ നിന്നാണെങ്കിൽ ബി ഹസാർഡ് ആണ്, അതുപോലെ സി ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആണ്, കെ ആണെങ്കിൽ കുക്കിംഗ് ഓയിൽ ആണ്, ഡി ആണെങ്കിൽ കമ്പസ്റ്റിബിൾ മെറ്റൽസ് ആണ്. അപ്പം ഇതിൽ ലൈറ്റ് ഹസാർഡ് ഒക്കുപ്പൻസി എന്ന് പറയുമ്പം അതിൽ വരുന്ന ടൈപ്പാണ് ചർച്ച്, സ്കൂൾ, മ്യൂസിയംസ്, തിയേറ്റേഴ്സ്, ഹോസ്പിറ്റൽസ്, ഓഫീസസ് ഒക്കെ വരുന്ന കാറ്റഗറി. ഇതെല്ലാം വരുന്നത് ലൈറ്റ് ഹസാർഡ് ഒക്കുപ്പൻസിയിലാണ്. അപ്പൊ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തും കൂടെ വെച്ചോളൂ. ഈ ഒരു ഇത് മൊത്തത്തിൽ റെഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ ലൈറ്റ് ഹസാർഡ് ഒക്കുപ്പൻസി എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഓർഡിനറി ഹസാർഡ് ഒക്കുപ്പൻസി ആണ് വരുന്നത്. ഓർഡിനറി ഹസാർഡ് ഒക്കുപ്പൻസിയെ അല്ലെങ്കിൽ ഇതിൽ നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ബി ഹസാർഡ് എന്നും പറയാറുണ്ട്. ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഗ്രൂപ്പ് ഫസ്റ്റും ഗ്രൂപ്പ് സെക്കൻഡും ഉണ്ട്. ഗ്രൂപ്പ് ഫസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബിൽഡിങ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ പാർക്കിംഗ് ഷോറൂംസ് വരുന്നുണ്ട്, ബേക്കറീസ് വരുന്നുണ്ട്, ഇലക്ട്രോണിക് പ്ലാന്റ്സ് വരുന്നുണ്ട്, ലോണ്ട്രീസ് ആൻഡ് റെസ്റ്റോറന്റ് സർവീസ് ഏരിയ. ഈ കാണുന്ന ബിൽഡിങ്സ് എല്ലാം നമ്മൾ ഓർഡിനറി ഹസാർഡ് ഗ്രൂപ്പ് ഫസ്റ്റിൽ ആഡ് ചെയ്യും. ഓർഡിനറി ഹസാർഡ് ഗ്രൂപ്പ് സെക്കൻഡിൽ വരുമ്പോഴത്തേക്കും അതിൽ വരുന്നതാണ് ഹോഴ്സ് സ്റ്റേബിൾസ്, ഡ്രൈ ക്ലീനേഴ്സ്, സെറിയൽ മിൽസ്, ലാർജ് ലൈബ്രറി സ്റ്റാക്ക് റൂംസ്, റിപ്പയർ ഗ്യാരേജസ്, വുഡ് മെഷീനിങ് ആൻഡ് മെഷീൻ ഷോപ്സ്. അത് ഓർഡിനറി ഹസാർഡ് ഗ്രൂപ്പ് സെക്കൻഡിലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് എക്സ്ട്രാ ഹസാർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. എക്സ്ട്രാ ഹസാർഡിലും ഗ്രൂപ്പ് ഫസ്റ്റും ഗ്രൂപ്പ് സെക്കൻഡും ഉണ്ട്. ഗ്രൂപ്പ് ഫസ്റ്റും ഗ്രൂപ്പ് സെക്കൻഡിലും വരുന്ന ബിൽഡിങ്സ് സെയിം തന്നെയാണ്. പക്ഷെ അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെയിമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ വരുന്ന ഈ പറയുന്ന കമ്പസ്റ്റിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ എക്സ്ട്രാ ഹസാർഡിലെ ഗ്രൂപ്പ് ഫസ്റ്റിൽ ആഡ് ചെയ്യണോ സെക്കൻഡിൽ ആഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അതിൽ വരുന്ന ബിൽഡിങ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ്, സോ മിൽസ്, പ്ലൈവുഡ് ആൻഡ് പാർട്ടിക്കിൾ ബോർഡ് മാനുഫാക്ചറിങ്, പ്രിന്റിംഗ് വിത്ത് ലോ ഫ്ലാഷ് പോയിന്റിങ്സ്, ഇതുപോലെയുള്ള ബിൽഡിങ്സ് ആണ് വരുന്നത്. അതിൽ ഗ്രൂപ്പ് ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ലിറ്റിൽ ഓർ നോ ഫ്ലെയിമബിൾ ഓർ കമ്പസ്റ്റിബിൾ ലിക്വിഡ്സ്, അവിടെ ഒട്ടുമില്ല അല്ലെങ്കിൽ ശകലമേ ഉള്ളൂ എങ്കിൽ അതിനെ എക്സ്ട്രാ ഹസാർഡ് ഗ്രൂപ്പ് ഫസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യും. സെയിം ബിൽഡിങ്ങിൽ തന്നെ
അപ്രീഷ്യബിൾ എമൗണ്ടിൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാ ഹസാർഡ് ഗ്രൂപ്പ് സെക്കൻഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ നമുക്ക് വരുന്നത് സ്പെഷ്യൽ ഹസാർഡ് ആണ്. NFPA സ്റ്റാൻഡേർഡിന് ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന ഡിസൈൻ സ്കോപ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പെഷ്യൽ ഹസാർഡ് ഒക്കുപ്പൻസിയിൽ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസൈൻ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഹസാർഡിന്റെ സെലക്ഷൻ എക്സ്റ്റിങ്ക്വിഷറിന് വേണ്ടി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ സ്പ്രിംഗ്ലറിന്റെ ഡിസൈനിങ്ങിനും ഈ പറയുന്ന ഹസാർഡ് നോക്കിയിട്ടാണ് അതിന്റെ പൈപ്പ് സൈസിങ്ങും പൈപ്പ് സെലക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് കിട്ടിയ ബിൽഡിംഗ് ഈ പറയുന്ന ഹസാർഡിലെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് അറിയണം. അപ്പൊ അതിനനുസരിച്ച് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിനുശേഷം ഇപ്പൊ നമ്മൾ ഈ ഒരു ഡാറ്റ നോക്കി, ഇനി നമുക്ക് വരുന്ന ആ ഭാഗത്ത് നമ്മുടെ ആ ഒരു ബിൽഡിങ്ങില് ഇനി നെക്സ്റ്റ് അറിയേണ്ടത്, ഇപ്പൊ ഇതില് ഓർഡിനറി ഹസാർഡ് ആണോ ലൈറ്റ് ഹസാർഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് അവിടെ ഏത് ടൈപ്പ് ഫയർ വരാനാണ് ചാൻസ് കൂടുതലുള്ളത് എന്നാണ്. ടൈപ്പ് A ആണോ, ടൈപ്പ് B ആണോ, ടൈപ്പ് C ആണോ, ടൈപ്പ് D ആണോ എന്ന് നമുക്ക് അറിയണം. അപ്പൊ അതനുസരിച്ച് നമുക്ക് എക്സ്റ്റിങ്ക്വിഷർ സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ എക്സ്റ്റിങ്ക്വിഷറിന്റെ സെലക്ഷൻ ഒന്ന് നോക്കാം. ഇവിടെ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. ഈ കാണുന്നത് ഡ്രൈ കെമിക്കൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2A 10B C ആണ്. അതായത് 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറിന് നമ്മുടെ ക്ലാസ് A ഫയറിന് യൂസ് ചെയ്യാൻ പറ്റും. 10B എന്ന് പറയുന്നത് ക്ലാസ് Bക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബിയുടെ കൂടെ തന്നെയാണ് C ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഇലക്ട്രിക്കലിനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലിക്വിഡ് ഐറ്റംസിനും. അപ്പൊ 2A 10B C എന്ന് പറയുമ്പോൾ ഇതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NFPA സ്റ്റാൻഡേർഡിൽ വരിക 2A എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന മിനിമം റേറ്റഡ്, അപ്പൊ അത് ലൈറ്റ് ആവാം, ഓർഡിനറി ആകാം, എക്സ്ട്രാ ആകാം. അപ്പൊ ഇത് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആ ഒരു ഡ്രൈ കെമിക്കൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വരാം. അപ്പൊ ഡ്രൈ കെമിക്കൽ സാധാരണ ഏത് കണ്ടീഷനിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ക്ലാസ് എക്ക് നമ്മൾ ജനറലി ഡ്രൈ കെമിക്കൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ക്ലാസ് ബിക്കും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ക്ലാസ് എക്കും ബിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഡ്രൈ കെമിക്കൽ. ഓക്കെ, ഇനി അവിടെ 10B എന്നാണ് വന്നിരിക്കുന്നത്. 10B വരുമ്പോഴത്തേനും നമുക്ക് അത് ലൈറ്റ് ഹസാർഡ് ആകാം അല്ലെങ്കിൽ ഓർഡിനറി ഹസാർഡിലുള്ള കാറ്റഗറി ആകാം. അപ്പം ലൈറ്റ് ഹസാർഡ് ആണെങ്കിൽ ഈ ഒരു എക്സ്റ്റിങ്ക്വിഷറിന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് 3000 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ അത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഇവിടേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് ഹസാർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10B അല്ലേ 15.25 മീറ്റർ വരെ യൂസ് ചെയ്യാം ട്രാവൽ ഡിസ്റ്റൻസ് ആയിട്ട്. അപ്പൊ ലൈറ്റും ഇവിടെയും കൂടെ, അപ്പൊ ഇവിടെ നമുക്ക് ലൈറ്റ് ഹസാർഡ് ആണെങ്കിൽ ഇത്രയും ഒരു ലെങ്ത് ആണ്. ഓർഡിനറി ഹസാർഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 9.14 മീറ്ററേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഏരിയ ഓൾമോസ്റ്റ് ഹാഫ് ആയിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എക്കും ബിക്കും സിക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് ലൈറ്റ് ഹസാർഡിനും ഓർഡിനറി ഹസാർഡിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു എക്സ്റ്റിങ്ക്വിഷർ വരുന്നത്. അപ്പൊ നമ്മൾ എക്സ്റ്റിങ്ക്വിഷർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് വേറൊരെണ്ണമാണ് സാമ്പിള്. നേരത്തെ നമ്മൾ കണ്ടത് 2A 10B C ആണ്. ഇതിപ്പം നമ്മൾ വേറൊരു കാറ്റഗറിയാണ്. 1A 20BC ആണ് ഇവിടെ വരുന്നത്. 1A 20BC എന്ന് പറയുമ്പോൾ ഓർഡിനറിയിൽ വരുന്നുണ്ട്, ഓർഡിനറിയിലാണ് വരുന്നത്. അപ്പൊ മിനിമം എക്സ്റ്റിങ്ക്വിഷർ റിക്വയർമെന്റിൽ ഇവിടെ 2A എന്നുള്ളത് 1A നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. 1A റേറ്റിംഗ് എന്ന് പറയുന്നത് മിനിമം റിക്വയർമെന്റ് ആണ്. അപ്പം അവിടെ നമ്മുടെ ഈ പറയുന്ന ഇവിടെ നോട്ട് തന്നിട്ടുണ്ട്. ഡു നോട്ട് ഹാവ് മിനിമം 1A റേറ്റിംഗ്
ഷാൽ നോട്ട് ബി യൂസ്ഡ് ടു മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് ഈ പറയുന്ന ടേബിൾ 6.2.1. അപ്പൊ ഇത് സ്മാളർ ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് റേറ്റിംഗ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻലി അത് ഡീല് ചെയ്യുന്നത് ഇപ്പൊ 1A റേറ്റിംഗ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മെയിൻലി ആ ഒരു കാറ്റഗറി ഡീല് ചെയ്യുന്നത് ക്ലാസ് ബിക്കും സിക്കും വേണ്ടിയിട്ടാണ്. അവിടെയുള്ള ഫയറിന്റെ ലോഡ് മെയിൻലി വരുന്നത് ഈ പറയുന്ന ബിയും സിയുമാണ്. അപ്പൊ ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഡ്രൈ കെമിക്കൽ എക്സ്റ്റിംഗ്വിഷർ തന്നെയാണ്. ഓക്കെ, ഇനി ഇത് ഇവിടെ ഇതിന്റെ ഈ ഡീറ്റെയിൽ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വെയിറ്റ് എത്രയാന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ മൾട്ടി പർപ്പസ് ഡൈകെമിക്കൽ ആണ്, അമോണിയം ഫോസ്ഫേറ്റ് ബേസ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ലേബലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് ബിക്കും സിക്കും മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്ലാസ് എയുടെ റേറ്റിംഗ് 1ന്റെ റേഞ്ചിൽ നിൽക്കുന്നത്. എക്കും ബിക്കും സിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മിനിമം എയുടെ റേറ്റിംഗ് 2 ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ഈ NFPA സ്റ്റാൻഡേർഡിൽ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് അറിയേണ്ടത് നമ്മുടെ ബിൽഡിംഗ് കാറ്റഗറി ഏതാണ്, അത് നമ്മുടെ ഹസാർഡിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന മിനിമം റിക്വയർമെന്റ് എന്താണ്, അതിന്റെ കവറേജ് എന്താന്നുള്ളത് നോക്കണം. ഈ കവറേജും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്, ഈ ട്രാവൽ ഡിസ്റ്റൻസും ഈ കവറേജും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എത്ര എക്സ്റ്റിംഗ്വിഷർ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ അത് തീരുമാനിക്കുന്നതിന്റെ കൂടെ നമ്മൾ പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ എവിടെയൊക്കെ വെക്കണം എന്നുള്ളതാണ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ മെയിൻലി നമ്മൾ വെക്കേണ്ട ഏരിയാസ് എവിടെയൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ വേണം നമ്മൾ അത് പ്രിഫർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ഈ ഒരു എക്സ്റ്റിംഗ്വിഷർ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ട്രാവൽ പാത്തില് ഡോർ ആക്സസ് ഉള്ളിടത്ത് നിയർ ഡോർ വരുന്ന ഭാഗത്ത് വേണം നമ്മൾ ഇതിനെ പൊസിഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.